വീട്ടിൽ നട്ടുവളർത്തിയ ചന്ദനമരത്തിന്റെ പണം ലഭിച്ചില്ല. മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ നാടകീയ രംഗങ്ങൾ. അട്ടപ്പാടി സ്വദേശിയായ ബെന്നി ലോക്കിയാണ് പ്രതിഷേധവുമായി എത്തിയത്. DFO സ്ഥലത്തില്ലാത്തതിനെ തുടർന്ന് 1 മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഫോണിലൂടെ നൽകിയ ഉറപ്പിൽ കർഷകൻ പിരിഞ്ഞുപോയി. ശൂന്യമായി പോയി കഴിഞ്ഞാൽ സർക്കാരിനും കിട്ടില്ല. ഞാൻ 10-25 വർഷമായി കാത്ത് ആറ്റുനോറ്റ് എനിക്ക് എന്തെങ്കിലും ജീവിതത്തിന് ഉപാധിയാവുമെന്ന് പറഞ്ഞ് ഭീഷണി നേരിട്ട് വളർത്തിയ എനിക്ക് ഒന്നും കിട്ടാതാവില്ലേ. അഗളി പല്ലിയറ വടക്കേക്കര ബെന്നി ലൂക്കയാണ് പരാതിക്കാരൻ. 2025 മെയ്യിലാണ് ബെന്നി വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ ചന്ദനമരം കാറ്റിൽ ഒടിഞ്ഞു വീണത്. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികൃതരെത്തി മരം മുറിച്ചു കൊണ്ടുപോയി. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ട് 6 മാസത്തിന് മേലെയായി. ചന്ദനമരം മറയൂരിലെ സർക്കാർ ഫാക്ടറിയിൽ കൊണ്ടുപോയി കാറ്റഗറി തിരിച്ച് വില കണക്കാക്കിയാൽ മാത്രമേ കർഷകന് പണം ലഭിക്കൂ. എന്നാൽ DFO ചന്ദനമരം മറയൂരിലേക്ക് കൊണ്ടുപോകാനുള്ള പാസ് അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ബെന്നി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. താൻ ചന്ദനമോഷ്ടാക്കളെ ഭയന്ന് കാവൽ നിന്ന് വളർത്തിയ മരമാണെന്നും ബെന്നി പറഞ്ഞു. DFO പാസ് അനുവദിച്ചെങ്കിൽ ഇത് മറയൂർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറയൂർക്ക് കൊണ്ടുപോയാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് കിട്ടാനുണ്ടെങ്കിൽ കിട്ടുള്ളൂ, സർക്കാരിൻ്റെ ടാക്സ് കഴിഞ്ഞിട്ട്. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ നടന്നു മടുത്തു. ഞാൻ എല്ലാ ഫയലുകളും ഇവർ ചോദിച്ചെല്ലാം കൊടുത്തത്. എനിക്കിതുവരെ നീതി കിട്ടിയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു. ഞാൻ ചത്തിട്ട് എനിക്ക് എന്തിനാ നീതി? എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടേ കിട്ടാൻ. ഒരു മനുഷ്യൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ അവന് ദാഹം തീർക്കാൻ വെള്ളം കൊടുക്കേണ്ടത് ചത്തിട്ടല്ലല്ലോ, ആണോ? സർക്കാർ ജോലിക്കാര് എന്തിനാണ് ഇത് കള്ളന്മാർ മോഷ്ടിച്ചോണ്ട് പോയില്ല. അവരെന്നെ കൊന്നിട്ട് പോയിരുന്നെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അതിലും വലിയ പീഡനമാണ് എനിക്ക് ഇവർക്ക് തന്നിരിക്കണം. 1 വർഷമായിട്ട് ഞാൻ മാനസിക പീഡനത്തിലാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും ഉറപ്പായി എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ. അത്രയ്ക്ക് ഞാൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു. നടന്ന് ഞാൻ മടുത്തു. എനിക്ക് നീതി കിട്ടണം, ഇല്ലെങ്കിൽ ഈ മഹാത്മാവിന്റെ മുമ്പിൽ കടന്ന് ഞാൻ ചാകും. പാസ് തരില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് DFO ആണ് ഇതിന്റെ മേലധികാരി. പുള്ളി വന്നിട്ടാണ് ഇത് കണ്ടതിന് ശേഷമേ ഇത് എടുക്കാൻ പാടുള്ളൂ പറഞ്ഞത്. ഇത് റേഞ്ച് ഓഫീസർ അടിയന്തരമായിട്ട് ഇത് മുറിച്ചു മാറ്റണം, ഇയാളുടെ ജീവന ഭീഷണിയാണ് ഇതിവിടെ കടന്നു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞപ്പോഴാണ് അടിയന്തരമായിട്ട് ഡെപ്യൂട്ടി റേഞ്ചർക്ക് ഓർഡർ കൊടുത്ത് ഇത് മുറിച്ച് അവർ ഡിപ്പോയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ ഇവിടെ വന്നപ്പോൾ എൻ്റേതാണെന്ന് എന്താ തെളിവ്? DFO എന്നോട് ചോദിച്ചതാ, നിൻ്റെതാണെന്ന് എന്താ തെളിവ്? ഏത് പോർഷനാണ് വന്നെടുത്ത, ഏത് വണ്ടിയിലാണ് കയറ്റിയത്, എത്ര കിലോ സാധനമുണ്ട് എന്നൊക്കെ ചോദിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. തുടർന്ന് മണ്ണാർക്കാട്ടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ DFOയുമായി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. പരാതിക്കാരനുമായി ഫോണിൽ സംസാരിച്ച DFO നൽകിയ ഉറപ്പിലാണ് ബെന്നി പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത്. വിപണിയിൽ ഏകദേശം 1.5 കോടിയോളം രൂപ വില വരുന്ന മരമാണ് ബെന്നിയുടേത്. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴയ ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.